കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നു. പറയുന്നു ധാർമ്മികത മുൻനിർത്തിയാണ് രാജിയെന്ന്. പക്ഷേ നമുക്കറിയാം അത് വ്യക്തമായി വീഴ്ച സമ്മതിച്ചുകൊണ്ട് നിക്കക്കള്ളിയില്ലാതെ ഉള്ളൊരു രാജിയാണ്. പിടിച്ചു നിൽക്കാനാവാതെ രാജിവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള രാജി എന്നും പറയാം, അല്ലെ? കാരണം നമ്മളുടെ ഫോക്കസ് ഇപ്പോൾ മാറാൻ പാടില്ല. നമ്മളുടെ ഫോക്കസ് എപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യതയോടെ അതിൽ ഗവൺമെന്റ് അതിനെ എങ്ങനെ സമീപിക്കുന്നു, എന്തുമാത്രം ആക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതിൽ തന്നെയാണ്. ഇത് പല സംഘടനകളും ഉണ്ട് ഇവിടെ. ഈ സംഘടനകളൊക്കെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുകയും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവരവരുടെ അംഗങ്ങളായിട്ടുള്ളവരെയും പുതിയതായിട്ട് വരുന്ന അംഗങ്ങളെയും അവർ ആ രീതിയിൽ പരിഗണിക്കുകയും അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ആ ഒരു അഭിമാനത്തോടെ ആ ഒരു ഡിഗ്നിറ്റിയോടെ ജീവിക്കാനായിട്ട് സ്ത്രീകളെയും മറ്റുള്ളവരെയും അനുവദിക്കുക എന്നുള്ളതാണ്. അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അവരനുവദിച്ചിട്ടല്ല പല കാര്യങ്ങളും ചെയ്യേണ്ടതെങ്കിൽ പോലും ഇപ്പോഴുള്ള ഈ വളരെ കൃത്യമായ ആൺകോയ്മ അവസ്ഥയെ മാറ്റിമറിക്കുക എന്നുള്ളത് നമ്മളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മുന്നോട്ട് പോകുക, ആക്ഷൻ ഉണ്ടാവുക, ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഫോക്കസ് വിടാൻ പാടില്ല. ഇതൊക്കെ വശത്ത് സംഭവിക്കുമായിരിക്കാം. അറിവുള്ളവര് അതിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഡിഫറൻസ് ഓഫ് ഒരു കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇവര് അവരുടെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ രാജിവെച്ചു. അത് അവരുടെ കാര്യമാണ്. അവരാണ് അതിന് ബാക്കിയുള്ള നമ്മളുടെ ആകെയുള്ള കാര്യം പുതിയതായിട്ട് വരുന്നവർ അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ഈ പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ടുള്ള നമ്മൾ പറയുന്നത് ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ച് ആണ്. വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ വ്യവസ്ഥ, ഇതിനുള്ളിലുള്ള ഈ ഇൻഡസ്ട്രിയുടെ ഈ വ്യവസ്ഥയെ കൃത്യമായി മാറ്റി മറിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഇതിൽ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഗവൺമെന്റിനോടൊപ്പം എല്ലാ ഭാരവാഹികളും എല്ലാ സംഘടനയുടെ ഭാരവാഹികളും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. തീർച്ചയായും. ശ്രീമതി ആശ, നോക്കൂ, ഇവിടെ ശ്രീ മോഹൻലാൽ പറയുകയുണ്ടായി തിരുത്തിയതിനും വിമർശിച്ചതിനും നന്ദി എന്ന്. അതായത് അപ്പോൾ തെറ്റ് സംഭവിച്ചു, തിരുത്തിയതിന് എന്ന് പറയുന്നുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്നാണോ അദ്ദേഹം പറയാതെ പറയുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അവരുടെ കാര്യമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തെറ്റ് സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം. നമ്മൾ തിരുത്താനല്ല. നമ്മൾ എത്രയോ വർഷമായി AMMA എന്ന് പറയുന്ന സംഘടനയുടെ കൂടെ WCCയുടെ പിന്നെ മെമ്പേഴ്സ്, അവിടെ AMMAയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള WCC മെമ്പേഴ്സ് എത്രയോ വർഷം വളരെ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് ഉൾപ്പെടെ കൃത്യമായി സംസാരിച്ചിട്ടുള്ളതാണ്. അതില് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മറുപടികളൊന്നും ആശ്വാസകരമായിരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഈ മുന്നോട്ട് പോവുകയും ഇത്തരം ഒരു കാര്യം ചെയ്യുകയും നമ്മളാൽ കഴിയുന്ന എല്ലാ വാതിലുകളിലും മുട്ടുകയുമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്കത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ കൊള്ളാം, അത് അങ്ങനെ ആയിരിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അത് ആവശ്യമില്ലല്ലോ. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് WCCയുടെ അടുത്ത നീക്കം? എന്താണ് തീരുമാനം, നടപടി? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഈ ഗവൺമെന്റ് ആക്ച്വലി ഈ സെക്ഷൽ ഹാരസ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ പല സ്ത്രീകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ഒരു വലിയ റിഫ്ലക്ഷൻ ആണ്. പക്ഷേ അതിന് അപ്പുറമായിട്ട് ഗവൺമെന്റ് ഇതിനെ സിസ്റ്റമിക് ആയിട്ട് ഈ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ഇതിനെ നിർവചിച്ചുകൊണ്ട് കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് എവിടെയാണ് ഇതിൽ നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഫോക്കസ്. അല്ലാത്ത ഫോക്കസുകളൊന്നും നമുക്കിപ്പോ പറ്റില്ല. മാധ്യമങ്ങളും ദയവായിട്ട് ഈ ഫോക്കസിൽ നിന്ന് മാറാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി ആശ ആച്ചി ജോസഫ് പ്രതികരിച്ചതിന്. അവർ പറയുന്നത് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് WCCയുടെ പ്രധാന ഫോക്കസ്. അതിൽ നിന്ന് വിട്ടു പോവരുത്. അമ്മയിൽ എന്ത് സംഭവിക്കുന്നു തങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. WCCയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന്
ഒരു മാറ്റമുണ്ടാവരുത്, ശ്രദ്ധ മാറരുത് എന്നാണ് ആശ സി ജോസഫ് പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആജ്ഞ,